കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു വോയിസ് കേട്ട് തുടങ്ങാം. എടാ നിനക്കൊന്നും വേറെ ഒരു ജോലിയില്ലടാ. എത്ര പ്രാവശ്യം എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു മേലെ എൻ്റെ അടുത്ത് യൂട്യൂബിൽ വരല്ലേ, അതിനകത്ത് ഒരു സാധനം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനടാ നിനക്കൊക്കെ വരല്ല? ഞാൻ വല്ല വിളിച്ച് പറയും. ഇനി ഞാൻ എൻ്റെ വായിന്ന് ചീത്ത കേൾക്കുള്ളേ. കുറെ നാളോട് ക്ഷമിക്കുകയാണ്. ഇപ്പൊ കന്യാകുമാരിയത്തിന് തൊട്ട് കളിക്കുകയാണ്. നിനക്കൊക്കെ എന്തിൻ്റെ കേടാ? നിനക്ക് എവിടെയൊക്കെ കിടന്ന് കുരുത്തണം മത്തങ്ങത്തലേ? എൻ്റെയൊക്കെ തള്ള എങ്ങനെ ഗർഭിണിയാന്ന് പറഞ്ഞു തരാടാ. പൊട്ടന്മാരെ നീയൊക്കെ സ്വയം നിന്റെ വീഡിയോ ഒക്കെ കാണുന്നില്ലടാ. നീയൊക്കെ എന്തിനാ കഞ്ചാവ് അടിച്ചിട്ടാടാ ഇരിക്കണത്? സോറി, ഞാൻ കൂടുതലൊന്നും അൺപാർലമെന്ററി ആയിട്ടൊന്നും പറയണില്ല. നിന്നൊക്കെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്. എവിടെ വെച്ച കൈ കിട്ടിയാലും നോക്കിയോ, രണ്ടെണ്ണം തന്നിട്ടേ സംസാരിക്കുകയുള്ളൂ. ഭയങ്കര പേടിച്ചുപോയി. അപ്പോൾ എനിവേ ഈ വ്യക്തി ഇത് ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. പക്ഷേ ഇത് പ്രത്യേകം കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ വ്യക്തി ഇതാരാണ് എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ജെയ്സൺ എം ക്രിസ്റ്റഫർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക, ഒരു ക്രിസ്ത്യാനി വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു മുസ്ലിമിനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കുക. നമ്മുടെ ലൈവ് സെക്ഷനിൽ നമ്മൾ ഒരുപാട് ആളുകളെ ചർച്ച ചെയ്യാറുണ്ട്. ആർക്ക് വേണമെങ്കിൽ നമ്മുടെ ചർച്ചകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുള്ള ആളുകൾക്ക് ഫോം ഫില്ല് ചെയ്ത് നമ്മളുമായിട്ട് 2, 3, 4 മണിക്കൂറുകൾ വരെ നമ്മൾ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഡിസ്കഷൻസ്, സംവാദങ്ങൾ ഒരുപാട് നമ്മുടെ ചാനലിൽ നടക്കാറുണ്ട്. സ്ഥിരമായി സംവാദങ്ങൾ നടക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അപ്പോൾ എനിവേ അങ്ങനെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളോട് ഡിസ്കഷന് വന്നിട്ടുള്ള, ചർച്ചയ്ക്ക് വന്നിട്ടുള്ള, സംവാദത്തിന് വന്നിട്ടുള്ള നിരീശ്വരവാദിയായി നമ്മളോട് സംവദിച്ചു പോയൊരു വ്യക്തിയാണിത്. നിരീശ്വരവാദിയായി നമ്മളോട് മണിക്കൂറുകളോളം സംവദിച്ചു പോയ വ്യക്തി ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, നീ കന്യാമറിയമ്മനെ പറയോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പിന്നെ സന്ദേശം അയക്കുകയാണ്. ഇതിൽ ഞാൻ ഈ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് ഏതെങ്കിലും ഒരു മതസ്ഥർ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു പറയാൻ വേണ്ടിയല്ല, മറിച്ച് അങ്ങനെയുള്ള വിശ്വാസികളല്ല ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരാം ഇതെന്താണ് സംഭവം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തൊരു വീഡിയോ, അതായത് കന്യാമറിയം എങ്ങനെ ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുത്വ തീവ്രവാദി, ഒരു എക്സ് മുസ്ലിമായ ഹിന്ദുത്വ തീവ്രവാദി ഒരു ക്രൈസ്തവ പ്രാർത്ഥനാ ഹാളിലേക്ക് ചെന്നുകൊണ്ട് അവിടെ അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് അല്ലെങ്കിൽ അധിക്ഷേപിച്ചുകൊണ്ട് മറ്റു മതസ്ഥരെ അധിക്ഷേപിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുക, ഇത് വീഡിയോ എടുത്ത് പുറത്തുവിടുകയും ചെയ്തു. അതിന് നമ്മൾ മറുപടി പറഞ്ഞ വീഡിയോ ഉണ്ട് അല്ലേ, കന്യാമറിയം എങ്ങനെ ഗർഭിണിയായി, ഹിന്ദുത്വ തീവ്രവാദിക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോ നമ്മൾ അതിലെന്താ ചെയ്തത്? കന്യാമറിയമിനെ അധിക്ഷേപിക്കാണോ? അല്ല, കന്യാമറിയമിനെ അധിക്ഷേപിച്ചവർക്ക് മറുപടി പറയുകയാണ് നമ്മൾ. ഓക്കെ, അങ്ങനെ ഒരു വീഡിയോ അതിനെ ക്രൈസ്തവ വിശ്വാസികൾ എങ്ങനെ എടുത്തത്? ക്രൈസ്തവ വിശ്വാസികൾ അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ തന്നെ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഒരുപാട് 100 കണക്കിന് കമൻറ്റുകൾ ക്രൈസ്തവ വിശ്വാസികളുടേതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, വളരെ നല്ല രൂപത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത കമൻറ്റുകളാണ് നമ്മൾക്ക് ക്രൈസ്തവ വിശ്വാസികളിൽ നിന്ന് കിട്ടിയത്. കുറച്ച് ഉദാഹരണം വേണമെങ്കിൽ എല്ലാവരും ആ വീഡിയോ കമൻറ്റ് ബോക്സ് എടുത്തോളണമെന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇപ്പം ഈവൻ നമ്മളെ പിന്നെ അധിക്ഷേപിച്ച ആളുകൾ പോലും, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഈ ഇത്തരത്തിലുള്ള എക്സ് മുസ്ലിങ്ങളുടെയും അത്തരത്തിലുള്ള വെറുപ്പുൽപാദകരുടെയൊക്കെ വീഡിയോ കണ്ട് നമ്മളെയൊക്കെ മോശമായി കണ്ട ആളുകൾ പോലും വന്നിട്ട് കമൻറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചാൽ, ഇന്നലെ വരെ ആരിഫിൻ്റെ വീഡിയോ കണ്ട എനിക്ക് നിന്നോട് പുച്ഛമായിരുന്നു ഈ വീഡിയോ കാണുന്നത് വരെ, ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ കമൻറ്റാണ്. അതേപോലെ തന്നെ വേറൊരു നോൺ മുസ്ലിം ഐ ഡിന്ന് വന്ന മിറാക്കിൾസ് ആർ ഡിവൈൻ ഇൻ്റർവെൻഷൻ, അതാണ് നമ്മൾ ആ ഒരു പിന്നെ വീഡിയോയുടെ തീം, അതാണ് ഗുഡ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ദിസ് ചാനൽ ഹാസ് ലിറ്ററലി ചേഞ്ച് ദ വേ ഐ തിങ്ക്, ഐ ഹാവ് ബീൻ സോ ഇഗ്നോറൻറ്റ് അബൌട്ട് എവറിത്തിങ് ഫോർ സോ ലോങ്, കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. അതുപോലെ തന്നെ ഇതൊക്കെ പറയാൻ നിങ്ങൾ തന്നെ വേണ്ടി വന്നു, നന്ദിയുണ്ട് സഹോദരൻ. ഈ ഐ ഡി എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിൻ്റെ കമൻറ്റ് ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനു മുമ്പ് നമ്മൾക്കെതിരായിട്ട് കമൻ്റ് ഇട്ട ആളാണ്. എന്നിട്ടാണ് അവർ പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ പൊതുവെ നമ്മളതിൽ ചെയ്യാൻ ശ്രമിച്ചെന്താ വെച്ചാൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രവൃത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സംഭവം വെച്ചിട്ടല്ല ഒരു മതത്തെ അധിക്ഷേപിക്കേണ്ടത്, വിമർശിക്കുക എന്ന പേരിൽ പോലും അത് ചെയ്യാൻ പാടില്ല, മറിച്ച് അതിൻ്റെ അടിസ്ഥാനങ്ങളെയാണ് വിമർശിക്കേണ്ടത്. ഇപ്പോൾ കന്യാമറിയം ഗർഭിണിയായി എന്നുള്ളത് ക്രൈസ്തവരൊരു സാധാരണ സംഭവമായിട്ടല്ലല്ലോ മനസ്സിലാക്കുന്നത്, അതൊരു അത്ഭുതമായ ഒരു ഗർഭമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താ? അവരുടെ ദൈവ സങ്കല്പമാണ്, ത്രിയേകത്വ സങ്കല്പത്തിൽ. അതിൽ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഇതൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് എതിർക്കാം. എപ്പോൾ? ഈ തൃത്വം ശരിയല്ല എന്ന് പറഞ്ഞാൽ മതി. ഈ തൃത്വം ശരിയല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ശരിയല്ലാത്ത കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം ഇസ്ലാമിൽ പറയുന്ന അത്ഭുത പ്രവർത്തികൾ. ഇപ്പം മോസസ് കടലിനെ പിളർത്തി, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ അത്ഭുത പ്രവർത്തി, കയ്യിൽ നിന്ന് വെള്ളം വന്നു, അങ്ങനെയുള്ള പലതരത്തിലുള്ള അത്ഭുത പ്രവർത്തികൾ. ഈ അത്ഭുത പ്രവർത്തികളെയല്ല നമ്മൾ എതിർക്കേണ്ടത്, മറിച്ച് ആ അത്ഭുത പ്രവർത്തികൾ എങ്ങനെയായിട്ടാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത്? അത് സർവശക്തനായ ദൈവം അത് ചെയ്തു എന്നുള്ളതാണ്.
സാധാരണ സംഭവമായിട്ടല്ല, മിറാക്കിളായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഈവൻ ഹൈന്ദവ മതത്തിൽ ഒരുപാട് അത്ഭുതകരം എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അതിന് ഓരോന്നിനായിട്ട് പിന്നെ ഗണപതി എന്താ അങ്ങനെ ഇങ്ങനെ, ആ രാമൻ എങ്ങനെ പായസം കുടിച്ചിട്ട് ജനിച്ചാണോ, ഇങ്ങനെ പരിഹസിക്കല്ല വേണ്ടത്. മറിച്ച് ഹൈന്ദവ ദൈവസങ്കല്പത്തെ അല്ലെങ്കിൽ ആ മതത്തെ നിങ്ങൾക്ക് എതിർക്കാം, അതിൻ്റെ അടിസ്ഥാനങ്ങളെ നിങ്ങൾക്ക് എതിർക്കാം. ആ അടിസ്ഥാനങ്ങൾ തെറ്റാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യുക്തിരഹിതമായ കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അധിക്ഷേപത്തിന് മറുപടിയായി നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ വിശ്വാസികൾക്കത് മനസ്സിലായി. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ അത് ഏത് രൂപത്തിൽ, അത് എന്താ സംഭവം എന്ന് പോലും മനസ്സിലാവാതെ തെറിവിളിയും അതുപോലെ തന്നെ ഭീഷണിയുമായി വരികയാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇത്തരക്കാരായ ആളുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രശ്നമുണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം, നമ്മളോട് നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് സംവാദം നടത്തിയ ഒരാളും കൂടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു ജെയ്സൺ ക്രിസ്റ്റഫർ, അപ്പോൾ ഒരു ക്രിസ്ത്യാനി വന്നിട്ട് എന്നെ തെറി വിളിക്കുകയാണ്, എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം ഒരു മുസ്ലിമായ എനിക്ക് ക്രൈസ്തവനോട് ദേഷ്യം വന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവൈഡ് ഉണ്ടാക്കുന്ന വിശ്വാസികളല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ വിശ്വാസികൾ അങ്ങനെ നിങ്ങൾ തന്നെ വേണ്ടി വന്നു ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. പക്ഷേ ഇത്തരക്കാരായ ആളുകൾ ഡിവൈഡ് ഉണ്ടാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, തെറി വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഉണ്ടാകുന്ന ഡിവൈഡിൻ്റെ പ്രധാന ഉത്തരവാദികൾ വിശ്വാസമില്ലാത്ത വിശ്വാസികളായി നടിക്കുന്ന ആളുകളാണ്. ഇവർ യഥാർത്ഥത്തിൽ ക്രൈസ്തവർ എന്നല്ല നമ്മൾ വിളിക്കേണ്ടത്. പിന്നെ വേണമെങ്കിൽ ക്രിസ്ത്യാനോ നിരീശ്വരവാദികൾ എന്നൊക്കെ നമ്മൾ വിളിക്കാം. മുസ്ലിങ്ങളെ കാണുമ്പോൾ ഇവർക്ക് നിരീശ്വരവാദിയാവും, അല്ലാത്തപ്പോൾ ക്രിസ്ത്യാനിയാവും. അങ്ങനെയുള്ള ക്രിസ്ത്യാനോ നിരീശ്വരവാദി അല്ലെങ്കിൽ ക്രിയുക്തികൾ അങ്ങനെ എന്തെങ്കിലും വിളിക്കുക, ക്രിയുക്തന്മാർന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കുക, നിങ്ങൾക്ക് എന്ത് വേണം വിളിച്ചോളൂ. പക്ഷേ ഇത്തരക്കാരായ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു മുസ്ലിം ഐ ഡി കാണുമ്പോൾ ആ ഇസ്ലാമിനെ നിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് മനസ്സിലാക്കരുത്. ക്രിസ്ത്യൻ ഐ ഡി കാണുമ്പോൾ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഇത് പറയാൻ വേണ്ടിയാണ് എനിക്ക് പ്രധാനമായിട്ടും. കാരണം വിശ്വാസികൾ അങ്ങനെയല്ല. വിശ്വാസികൾക്കറിയാം എന്താണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അത്ഭുത പ്രവർത്തികൾ കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വേദങ്ങളിലുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിലും വിശ്വാസികൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഇമാതിരിയുള്ള കുറച്ച് പിന്നെ ക്രിസ്ത്യാനോ നിരീശ്വരവാദികളും മുസ്ലിമോ നിരീശ്വരവാദികളും അല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ നോക്കുമ്പോൾ ഇവർ മുസ്ലിങ്ങളാണല്ലോ, ക്രിസ്ത്യാനികളാണല്ലോ, എന്നിട്ട് നമ്മുടെ മതത്തിന് നേരെ വരികയാണല്ലോ എന്നാണ് ചിന്തിക്കുക. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കുറച്ച് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പുരാണ കഥാപാത്രങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒരു നാടകം, സ്കൂൾ നാടകം. ആ സ്കൂൾ നാടകം എഴുതിയ ആളുടെ പേരെന്താ? റഫീഖ്. റഫീഖ് എന്ന് പറയുന്ന വ്യക്തി പുരാണ നാടകങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? നാടകം എഴുതുകയാണ്. അപ്പോൾ സാധാരണ രീതി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ആരാണ് ഈ റഫീഖ് എന്നൊന്നും അറിയാത്ത ഒരാൾ എന്താ വിചാരിക്കുക? ഏതോ ഒരു മുസ്ലിം നമ്മുടെ പുരാണ കഥാപാത്രങ്ങൾക്കെതിരെ നാടകം കളിച്ചിരിക്കുന്നു, എന്തൊരു വർഗാണ് ഇവർ, അല്ലേ? അങ്ങനെയാണ് ഡിവൈഡ് ഉണ്ടാകുക. മനസ്സ് തമ്മിൽ അകലെ അങ്ങനെയാണ്, അല്ലേ? സംഭവം എന്താ? ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി ഒരു യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. ഇസ്ലാമിനെതിരെ, ഇസ്ലാം എന്ന് പറയുന്ന വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന എക്സ് മുസ്ലിമാണ് ഇയാൾ, എമു ആണ് ഇയാൾ, എമു തീവ്രവാദിയാണ് ഇയാൾ. ആ വ്യക്തി, അത് ഈ വ്യക്തിയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം. പക്ഷേ അല്ലെങ്കിൽ ന്യൂസൊക്കെ വരുമ്പോൾ എന്താ? റഫീഖ് എന്ന് പറഞ്ഞ ഒരാൾ പുരാണ കഥാപാത്രങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് നാടകം എഴുതി, അത് വിവാദമാകുന്നു, അത് പ്രശ്നമാകുന്നു. ഇത് യഥാർത്ഥത്തിൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലാണ്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു യഥാർത്ഥ മുസ്ലിം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവനെ മുഹമ്മദ് നബി പഠിപ്പിച്ചൊരു കാര്യമാണ്, അന്യമതസ്ഥരുടെ ആരാധന പാത്രങ്ങളെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല. ഇത് ഒരു ഇസ്ലാമിലുള്ള കൽപ്പനയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു മതങ്ങളിലൊക്കെ അത്തരത്തിലുള്ള കൽപ്പനകൾ ഉണ്ടാവുമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരുടെ ആരാധന പിന്നെ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആരാധനാമൂർത്തികളെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല. ഇത് മതങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ഒരിക്കലും മറ്റു മതത്തിലുള്ള പിന്നെ ആരാധനാമൂർത്തികളെ നിന്ദിക്കില്ല. അതിനോട് ആശയപരമായി വിയോജിപ്പുണ്ടാവും. ഒബ്വിയസ്ലി ഞാൻ പുരാണ കഥാപാത്രങ്ങളൊക്കെ ദൈവികമാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ അതിനെ നിന്ദിക്കില്ല. പക്ഷേ ഈ ആളുകൾ നിന്ദിക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിതൊന്നും ഒരു വിഷയമല്ല. ഇവരിതെല്ലാം പിന്നെ എന്താ പറയുക, വേറെ ഒരു വളരെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇവരെല്ലാത്തിനെയും സമീപിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ പുരാണ കഥാപാത്രങ്ങൾ നിന്ദിക്കും, എന്നിട്ട് അതിൻ്റെ പഴി കേൾക്കേണ്ടത് മുസ്ലിം സമൂഹം. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത് ഒരുപാട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് ശബരിമല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ടേ, അത് ഹൈന്ദവരുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. ഹൈന്ദവരുടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്, അല്ലേ? അതിലിപ്പം മറ്റുള്ളവരല്ല അത് വിധി എഴുതേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരല്ല അതിൽ ഇടപെടേണ്ടത്. ഏതെങ്കിലും പാർട്ടിക്കാരോ ഏതെങ്കിലും മറ്റു മതസ്ഥരോ അല്ല, മറിച്ച് ഹൈന്ദവരായ ആളുകൾ അത് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കയറിക്കോട്ടെ എന്നല്ലാതെ
പിന്നെ ഏതെങ്കിലും മുസ്ലിങ്ങൾ പോയിട്ട് അവിടെ പിന്നെ കയറണമെന്ന് പറയാം, ഒരു യുക്തിയില്ല. അത് ഓരോ സമുദായത്തിനും അവരുടെ ആരാധനാലയങ്ങൾ എങ്ങനെ വേണം, അവരുടെ ആചാരങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എനിവേ അങ്ങനെയുള്ള ശബരിമലയിലേക്ക് സ്ത്രീകളെ, ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ കയറ്റുക എന്ന പേരിൽ നടക്കുകയും അവിടെ പോയി കയറുന്നത് ആരാ? രഹന ഫാത്തിമ. അപ്പം എന്താ ഇത് കേൾക്കുന്ന ആളുകൾ, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഹൈന്ദവ ഭക്ത അല്ലെങ്കിൽ അയ്യപ്പ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി കേൾക്കുന്നത് എന്താ? രഹന ഫാത്തിമ ശബരിമലയിൽ കയറി. ഈ മുസ്ലിങ്ങൾ വെറുതെ ഞങ്ങളുടെ ആരാധനാലയങ്ങളേക്ക് വരെ കയറി ഞങ്ങളുടെ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടു നിൽക്കുകയാണ്. ഈ രഹന ഫാത്തിമ എന്ന് പറഞ്ഞാൽ ആരാ? ഈ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത എക്സ് മുസ്ലിം ആയിട്ടുള്ള വ്യക്തി, ഇസ്ലാമിനെ അടക്കം അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിയാണ് പോയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? സമൂഹത്തിൽ ഡിവൈഡ് ഉണ്ടാകുന്ന മുസ്ലിം വേഴ്സസ് ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല, വിശ്വാസിയല്ല, മറിച്ച് ആ പ്രവൃത്തിയുടെ പേരിൽ മുസ്ലിം സമൂഹം പ്രയാസപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ പോയിട്ട് റീലെടുക്കുക, അങ്ങനെ ഇങ്ങനെ അല്ലെ. ജസ്ന സലീം കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ വാർത്തയൊക്കെ. പൂർണ്ണമായിട്ടും തട്ട ഉപേക്ഷിച്ചും ഇസ്ലാം ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ്. പക്ഷേ ഇവർ പൊതുവേ ഈ സംഘികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രൂപത്തിൽ പറ്റിക്കുകയൊക്കെ ചെയ്യുമെന്ന് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് ഇവർ പറ്റിക്കപ്പെട്ടാൽ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തികൾ ചെയ്താൽ ഇതിൻ്റെ പഴി കേൾക്കുന്നതാരാ? കണ്ടോ, ജസ്ന എന്ന് പറഞ്ഞൊരു മുസ്ലിം പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈ മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ രാമസിംഹന് സംഘികളെ കുറേ പറ്റിച്ച്. ഈ സംഘികളെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് ഈ മുസ്ലിങ്ങളെ എതിർക്കുക എന്ന് കേട്ടാൽ പിന്നെ ഇവർക്ക് ഒന്നും ചിന്തിക്കണ്ട, അങ്ങോട്ട് പൈസയും ഒക്കെ കൊടുത്തളയും. എന്നിട്ട് അവരെങ്ങനെ പറ്റിച്ച് തിന്നുക. ഞങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പാണ്. കാരണം സംഘികൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒരു ബുദ്ധിയില്ലാത്തവരെ പറ്റിക്കുക എന്നുള്ളത് ഒന്നാമത് മതപരമായി തന്നെ പാടില്ലാത്തൊരു കാര്യമാണ്. ബുദ്ധിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ പറ്റിച്ച് തിന്നുക എന്ന് പറയുന്നത് തീരെ ശരിയല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല അവർക്ക് ഒരു വർഗീയത കൂടി അതിൻ്റെ എലമെൻ്റായിട്ട് ചേർത്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു സിനിമ ഇറക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിരിവെടുക്കുക, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിരിവ് പിന്നെ ഇറക്കിക്കൊണ്ട് ഇങ്ങനെ ആളുകളെ പറ്റിക്കുക. ഇതിലൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഈവൻ സംഘികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ പിന്നെ കടിച്ചു കയറാൻ കാത്തു നിൽക്കുന്ന ആളുകളാണ്. എങ്കിൽ പോലും ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ബുദ്ധിയില്ലാത്തൊരു വിഭാഗമാണെങ്കിൽ പോലും അവരെ പറ്റിച്ച് തിന്നാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇയാളത് പറ്റിച്ചു നിന്നു. അതിൻ്റെ പഴി കേൾക്കുന്നത് പലപ്പോഴും മുസ്ലിങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ ഒരു എക്സ് മുസ്ലിം ഭീകരൻ അല്ലേ, ബംഗ്ലാദേശി ആയിട്ടുള്ള ആ എക്സ് മുസ്ലിം, അയാൾ പിന്നെ ഹിന്ദുത്വ തീവ്രവാദിയാകുന്നു. അയാളുടെ പേര് വെച്ചിട്ട് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് പ്രചാരണം നടക്കുന്നത്. ഇയാളുടെ പേര് സുന്നിയുർ റഹ്മാൻ എന്നാണ്. അപ്പം ബംഗ്ലാദേശി മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അത് കേൾക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ആളുകളൊന്നും വിശ്വാസമല്ല ഇവരെ കൊണ്ട് ഈ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നത്, മറിച്ച് ഇവരുടെ മനസ്സിലുള്ള ഈ മതരാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഡിവൈഡ് ഉണ്ടാകുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ, മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിലാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ ഇവരെ വളരെ ഗൗരവകരമായി എടുക്കുക. ഇത്തരക്കാരായ ആളുകൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഐഡി കണ്ടാൽ, അല്ലെങ്കിൽ ഹിന്ദു പേര് കണ്ടാൽ, മുസ്ലിം പേര് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യരുത്? അത് വെച്ചിട്ട് ഒരു സമൂഹത്തിനെതിരായ വെറുപ്പിന് അത് കാരണമാകരുത്. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈവൻ സംഘികൾ അല്ലേ, സംഘി ഐഡികളിൽ നിന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സംഘികൾ എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ആളുകളൊന്നും ഭക്തന്മാരെ ആയിരിക്കില്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ സംഘപരിവാർ ആ ആശയത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായിട്ടുള്ള സവർക്കർ, ആ സവർക്കർ ഒരു വിശ്വാസിയായിരുന്നില്ല, ഒരു പിന്നെ ദൈവത്തിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കാത്ത സവർക്കറാണ് ഈ കണ്ട മൊത്തം പ്രശ്നത്തിൻ്റെയും കാരണക്കാരനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ. അപ്പോൾ ഈ സംഘികളൊന്നും നയിക്കുന്നത് ഭക്തിയോ അല്ലെങ്കിൽ മതവിശ്വാസമൊന്നും അല്ല, മറിച്ച് അവരുടെ മനസ്സിലുള്ള കുറച്ചും വെറുപ്പും വിദ്വേഷവും അത് എങ്ങനെയെങ്കിലൊക്കെ പിന്നെ ചിലവാക്കുക, അല്ലെങ്കിൽ അത് സമൂഹത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് വിശ്വാസികളായ ആളുകളാണ്. ഇവർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെയുള്ള ക്രിസ്ത്യാനോ നിരീശ്വരവാദികളാണെങ്കിലും എക്സ് മുസ്ലിങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഈ സംഘികളാണെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇവർക്കാണെങ്കിൽ പിന്നെ കുറച്ച് അധികം ഫേക്ക് ഐഡികൾ ഉണ്ടാവും. ആ ഫേക്ക് ഐഡികൾ വെച്ച് ഇവർ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റു വിശ്വാസത്തിനെതിരെ അല്ലെങ്കിൽ മറ്റു മതസ്ഥർക്കെതിരെ നമ്മൾ ഒരു ജനറലായിട്ടുള്ള ഒരു മുൻധാരണ ഉണ്ടാക്കരുത്. കാരണം വിശ്വാസികൾ പൊതുവെ, കാരണം മതവിശ്വാസം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചില മൂല്യങ്ങൾ പകരുന്നതാണ്. ഏത് മതമാണെങ്കിലും എല്ലാ മതവും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് എല്ലാ മതത്തിലും അതിൻ്റേതായ ഒരു ബേസിക് ആയിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടാവും. ആ മൂല്യങ്ങളിൽ പെട്ടതാണ് മറ്റു മതസ്ഥരെ പിന്നെ അവഹേളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ ആരാധനാ വസ്തുക്കളെയോ പ്രവാചകന്മാരെയോ നിന്ദിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പൊതുവെ മതവിശ്വാസികൾ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കുന്ന ഒരു മര്യാദയാണ്. ആ മര്യാദ പൊതുവിൽ വിശ്വാസികൾക്കും പ്രത്യേകിച്ച് ഭക്തന്മാരായ ആളുകൾക്കൊക്കെ ഉണ്ടാവും. അതില്ലാതെ ഈ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകൾ ഇവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല.
ഇവർക്ക് പിന്നെ എന്താ പറയുക, മറ്റു മതസ്ഥരെ കാണുമ്പോൾ ഇവർ നിരീശ്വരവാദികളെ പോലെ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളെ പോലെ വെറുപ്പ് മാത്രമാണ് ഇവരെ നയിക്കുന്നത്. അല്ലാത്തപ്പോൾ ഇവർ കുറച്ച് വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്യും. അത് കേവലമായിട്ടുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങളും അല്ലെങ്കിൽ വെറുപ്പും വിദ്വേഷവും വിദ്വേഷവും മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതൊരിക്കലും മതത്തിൻ്റെ പേരിലോ ഏതെങ്കിലും സമുദായത്തിൻ്റെ പേരിലോ നമ്മൾ മനസ്സിലാക്കരുത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, എനിക്ക് കിട്ടിയ ഈ ഭീഷണി ഇത് ഒരു ക്രിസ്ത്യാനിയുടേതല്ല. ഞങ്ങളോട് നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞിട്ട് സംവദിച്ചു പോയ ഒരു ക്രിസ്ത്യാനോ നിരീശ്വരവാദിയുടേതാണ്, അല്ലെങ്കിൽ യുക്തൻ്റേതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനികളെ വെറുക്കരുത്. ഇതുപോലെ ശബരിമലയിൽ ഏതൊരു മുസ്ലിം പെണ്ണ് കയറുന്നു, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു, ഈ രൂപത്തിൽ മുസ്ലിങ്ങൾ ഞങ്ങളുടെ പൈസ തട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഇത്തരക്കാരായ ആളുകളുടെ പ്രവൃത്തി കണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ വെറുക്കാൻ പോകരുത്. സംഖ്യകളായ വിശ്വാസമില്ലാത്ത അത്തരം ആളുകളുടെ പ്രവർത്തികൾ കണ്ട് നിങ്ങൾ ഹിന്ദുക്കളെയും വെറുക്കാൻ പോകരുത്. എല്ലാ മതസ്ഥർക്കും അവരുടേതായ ആദർശമുണ്ട്. മറ്റ് ആദർശവുമായി കൂടിക്കലരണം എന്നല്ല പറയുന്നത്. മുസ്ലിമിന് മുസ്ലിമിൻ്റെതായ വിശ്വാസമുണ്ട്. അതൊരിക്കലും ഒരു യേശുവിനെ ദൈവമായി ഒരു മുസ്ലിം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. 30 കോടി ദൈവങ്ങളെ മുസ്ലിം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആ അംഗീകരിക്കാത്തതോടൊപ്പം തന്നെ ആ മറ്റുള്ളവരെ അധിക്ഷേപിക്കാതിരിക്കാനും ഒരു മുസ്ലിമിന് കഴിയും. എൻ്റെ വിശ്വാസമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അവരുടേതായ വിശ്വാസവും ആചാരങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റും. ഇത് പറ്റാതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ആളുകളാണ്. അവരെ തിരിച്ചറിയുക, ഒറ്റപ്പെടുത്തുക. സോഷ്യൽ മീഡിയയിൽ അത്തരം അക്കൗണ്ടുകൾ കണ്ടാൽ തന്നെ അതിനെ നമ്മൾ ഒഴിവാക്കി വിടുക. ഡോൺ റെക്കമെൻഡ് എന്ന് കൊടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ സംവാദ രീതികളും ഒക്കെ കുറച്ചുകൂടി മാന്യമാക്കാൻ, അടിസ്ഥാന വിഷയങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. വിയോജിപ്പുകളൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ചർച്ച ചെയ്യണം, സംവാദങ്ങൾ വേണം, വിയോജിപ്പുകൾ വേണം, അത് സംവാദങ്ങൾ നടക്കണം. അത് അടിസ്ഥാന വിഷയങ്ങളായിരിക്കണം, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടാകരുത്. അത് പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി. ഇത്തരക്കാരായ ആളുകൾ നമ്മുടെ സമൂഹത്തെ കുളം കലക്കാൻ വന്നവരാണ്. ഈ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനോ നിരീശ്വരവാദികളും സംഘികളും ഒക്കെ നമ്മുടെ സമൂഹത്തെ കുളം കലക്കാൻ വന്ന ആളുകളാണ്. അവരെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും.